അതിനുശേഷം പിന്നെ ആരും കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ യാതൊരു നിവൃത്തിയില്ല. അവരെ മാരകമായി വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒരു 3 ദിവസം പഴക്കമുള്ള ഒരു ബോഡിയാണ്. വളരെ വികൃതമായി അവരെ വെട്ടിക്കൊന്നിട്ട സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം കിടന്നത്. പോലീസ് ഒത്തുതീർപ്പാക്കി വീട്ടിൽ വിട്ട ദിവസമാണ് ഈ കൊലപാതകം നടന്നത്. ഇത് ജനലുകൾ എന്തോ നോക്കിയപ്പോൾ കണ്ടെന്ന് പുള്ളി പുറത്തോട്ടൊന്നും കാണാനില്ല. അങ്ങനെ ആൾക്കാരൊന്നും അന്വേഷിച്ചപ്പോഴാണ് പുള്ളിയുടെ മരിച്ചു കിടന്നായിട്ട് കണ്ടത്. നാട്ടിൽ പരമ മാന്യം. ആളുകൾക്കൊക്കെ സതീഷിനെ പറ്റി നല്ലതേ പറയാനുള്ളൂ. വീട്ടിൽ ഇങ്ങനെ ഒരു തല്ലിപ്പൊളി വേറെ ഇല്ലാതായി. മക്കൾക്കും സമാധാനമില്ല, ഭാര്യയ്ക്കും സമാധാനമില്ല. മാത്രമല്ല ഭാര്യ ഷിജിയെ ഒടുക്കത്തെ സംശയം മൂത്ത അയാൾ ഒടുവിൽ എന്ത് ചെയ്തെന്നറിയാമോ? ഒറ്റ വെട്ടിന് ഭാര്യയെ തീർത്തു. അയാൾ ജയിലിലുമായി. വർഷങ്ങൾക്ക് ശേഷം അയാൾ ജാമ്യത്തിലിറങ്ങി. ഭാര്യ മരിച്ചു കിടന്ന അതേ സ്ഥലത്ത് അയാളുടെ മൃതദേഹമാണ് നാട്ടുകാർ പിന്നീട് കണ്ടത്. അയാൾക്ക് എന്ത് സംഭവിച്ചു? ഭാര്യ മരിച്ച അതേ സ്ഥലത്ത് അയാളുടെ മൃതദേഹം എങ്ങനെ എത്തി? ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി നാട്ടുകാർ. ഒരു 3-4 ദിവസമായി ഇദ്ദേഹത്തെ പുറത്തു കാണാത്തതുകൊണ്ട് വീടിനൊരു വാതിൽ തുറന്നു കിടക്കുന്നതും കണ്ട് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ വന്ന് എന്നെ വിളിക്കുകയുണ്ടായി. ഒരു ദിവസം രാവിലെ 8 മണിയോടുകൂടി എന്നെ വന്ന് വിളിക്കുകയും ഞങ്ങളങ്ങനെ രണ്ടുകൂടെ പോയി ആ വാതിൽ ചെറുതായിട്ട് തുറന്നു അകത്തോട് നോക്കിയപ്പോൾ ആണ് ഈ സംഭവം കാണുന്നത്. ഒരു 3 ദിവസം പഴക്കമുള്ള ഒരു ബോഡിയാണ്. വളരെ വികൃതമായി വല്ലാതെ ചേർത്ത് ദേഹമൊക്കെ പൊട്ടി ധാരാളം ബ്ലഡ് റൂമും മൊത്തം നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. വല്ലാത്തൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി മരണം സ്ഥിരീകരിച്ച വിവരം പോലീസിനെ വിളിക്കുന്നതും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ഈ സതീഷ് കുമാർ എന്ന് പറഞ്ഞ മനുഷ്യ പുള്ളിയുടെ ഭാര്യ അതുകൊണ്ട് ഒരു കുടുംബമാണ്. അതിൽ ഒരു മകനും ഒരു മകളുമുണ്ട്. നല്ലൊരു ഭാര്യ നല്ലൊരു സ്ത്രീയായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു 4-5 കിലോമീറ്റർ ദൂരമുള്ളൊരു ആളാണ്. ഒരു ഫാമിലിയായി വലിയ അവർ തമ്മിലുള്ള വ്യക്തിപരമായ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. ഞാനന്ന് കോവിഡ് ബാധിച്ച് വീട്ടിൽ കിടക്കുന്ന സമയത്തായിരുന്നു ഈ വാർത്ത അറിയുന്നത്. വലിയൊരു വെട്ടുകുത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് അവരെ മാരകമായി വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവർ ആ തൽക്ഷണം മരണമടഞ്ഞു. അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നൊരു 120 ദിവസം വരെ റിമാൻഡിലായിരുന്നു, ജയിലിലായിരുന്നു. അതിനുശേഷം ജാമ്യം എടുത്തിപ്പം ജാമ്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആരും സഹകരിക്കുന്നില്ല. ഒരു 7 സഹോദരങ്ങളാണ്. ഒരു സഹോദരിയും 5 സഹോദരങ്ങളുള്ളൊരു കുടുംബമാണ് അവരുടെ. അതിനുശേഷം പിന്നെ ആരും ഇദ്ദേഹത്തോട് സഹകരിക്കാതായി. പുറത്തുള്ളവരും ഭാര്യ വീട്ടുകാരും സഹകരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അദ്ദേഹത്തോട് സഹകരിക്കാതായി. അദ്ദേഹം പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരവസ്ഥയിലായിരുന്നു. ഇതിന് 3 ദിവസത്തിന് മുമ്പ് തൊട്ടടുത്ത് ഒരു അമ്പലത്തിൽ ഘോഷയാത്ര ഒക്കെ വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആരും കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം അങ്ങനത്തെ ഒരു വികൃതമായ രൂപത്തിലായിരുന്നു. ഇത് സൂയിസൈഡ് ചെയ്തതാണോ അല്ലെങ്കിൽ വീണ് പരിക്ക് പറ്റിയതാണോ, തലയ്ക്ക് പിന്നിൽ പൊട്ടലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നുള്ളതാണ് ഈ ഇത്രയും ബ്ലഡ് റൂം നിറച്ച് ബ്ലഡ് കയറുന്ന കാരണം. അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്താണ് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാൻ വേണ്ടി കഴിയുള്ളൂ. മിക്കവാറും ഞങ്ങൾക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നില്ല ആസിഡാണോ കുടിച്ച് മരിച്ചതാണോ എന്ന്. കാരണം റബ്ബറൊക്കെ ഉണ്ട് അവിടെ. ഒരു 3 ദിവസത്തിന് മുമ്പ് റബ്ബർ വെട്ടുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടതാണ്. അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു, ഒരു കുടുംബമായിരുന്നു. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. നന്നായി അധ്വാനിച്ച് പശുവും കാര്യങ്ങളൊക്കെ വളർത്തി കൃഷി സ്ഥലത്തൊക്കെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന കുടുംബമായിരുന്നു. സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് മറ്റ് വിഷയങ്ങളാൽ സംഭവിച്ചു പോയതാണ്. മകനും മകളും ഇപ്പം അവരുടെ ഈ മരണപ്പെട്ടവരുടെ ചേച്ചിയുടെ വീട്ടിലൊന്ന് പഠിക്കുകയാണ്. മകൻ ആയുർവേദ കോളേജിലാണ്, ഇവിടെ പങ്കജ കസ്തൂരിയിലാണ് പഠിക്കുന്നത്. മകളിപ്പോൾ +2 പഠിക്കുന്നുണ്ട്. മകൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വന്നു. ആ സമയം വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേമായിട്ട് യാതൊരു സാധാരണ അനുശേഷം ഉണ്ടായിട്ടില്ല. ആത്മഹത്യയാണോ അങ്ങനെ എന്തെങ്കിലും ദുരൂഹത? ഞങ്ങൾ ആദ്യം കരുതിയത് ആത്മഹത്യ. കാരണം ഇത്രയും ബ്ലഡ് വന്നതുകൊണ്ട് തന്നെ ഈ പണ്ട് അവരെ വെട്ടിക്കൊന്നിട്ട സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം കിടന്നത്. അതേ ഹാളിൽ തന്നെയാണ് കിടന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അങ്ങനെയാണ് സംശയിച്ചത്. പിന്നെ ഈ എന്തെങ്കിലും കഴിച്ച് മരിച്ചതാണോ എന്ന് നമുക്കൊരു സംശയം ഇപ്പോൾ ഉണ്ട്. അതിനുശേഷം വീണ് തല പൊട്ടിയതാണോ, അങ്ങനത്തെ ബ്ലഡ് ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ വിചാരിച്ച ഞങ്ങൾ തന്നെ കഴുത്താണ് അറുത്ത് വലിച്ചതാണോ എന്ന്. കാരണം ഒന്നും അറിയാൻ കഴിയുന്നില്ല. ശരീരം ആകെ തന്നെ വീർത്ത്
കറുത്ത് കഴിവടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്താണെന്നൊരു ആളുടെ തന്നെ രൂപം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരുന്നു. ആ സാഹചര്യമായിരുന്നു. ഭാര്യയെ കൊല്ലാനുണ്ടായ കാരണം എന്തെന്നറിയാം? പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞാനവിടെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ അവിടെ ഒരു ദിവസം പോയിട്ട് എനിക്ക് മനസ്സിലായില്ല. പിറ്റേ ദിവസം പോയപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണെന്ന് ആ കുട്ടി എന്നോട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് സംസാരിച്ചത്. കാരണം ഞങ്ങൾ ട്യൂട്ടോറിയൽ പേടിക്കുന്നത് പഠിക്കും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ എന്നെ ഓർമ്മിച്ച് പറഞ്ഞാണ്. വളരെ നല്ലൊരു സ്വഭാവവും കാര്യങ്ങളും ഉള്ളൊരു വിദ്യാഭ്യാസമുള്ളൊരു ആളായിരുന്നു. പക്ഷേ അവരോട് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ വളരെ ക്രൂരമായിട്ടായിരുന്നു എന്നുള്ളത് അതിനുശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആ കുട്ടികൾ അതിനുശേഷം അവർ പലരും പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയത്. വളരെ ക്രൂരമായി അവരോട് പെരുമാറുകയും അവർ വീടിനുള്ളിൽ യാതൊരു വിധമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം കേസൊക്കെ ആയി. കേസ് പോലീസ് ഒത്തുതീർപ്പാക്കി വീട്ടിൽ വിട്ട ദിവസമാണ് ഈ കൊലപാതകം നടന്നത്. ഭാര്യയെ സംശയമുള്ള ആളാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നീട് അറിഞ്ഞത് അങ്ങനെയാണ്. ഭാര്യയെ സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ വീടിനകത്ത് ഈ പുറത്ത് ആൾക്കാരോട് പെരുമാറുന്നത് പോലെ അല്ല, വീടിനുള്ളിൽ മക്കളോടും ഭാര്യയോടും പെരുമാറിയിരുന്നത്. വളരെ ക്രൂരമായി കുട്ടികളെ ശിക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഭാര്യയും അങ്ങനെ തന്നെയാണ് കണക്കാക്കിയത്. കാരണം കാനഡയിലെ ഞാൻ പിന്നെ അറിയാൻ കഴിഞ്ഞത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് വളരെ ക്രൂരമായി ശിക്ഷ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനുശേഷമാണ് ഞങ്ങൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പുള്ളി ഭാര്യയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കൊലപാതകം ചെന്ന് അവസാനിച്ചു. പുള്ളി വെട്ടിയെ കൊലപ്പെടുത്തിയത്. പിന്നെ പുള്ളി ശിക്ഷയൊക്കെ ആയി ജാമ്യത്തിൽ ഇറങ്ങി. ഇവിടെ വന്ന് അങ്ങനെ ഇറങ്ങി. പുള്ളി സുഖമില്ലാത്തതാണ്. പുള്ളി ഹാർട്ടിന് പ്രശ്നമുള്ള ആളായിരുന്നു. പുള്ളിയോട് ഒറ്റയ്ക്കാണ് താമസം. പുള്ളി പെട്ടെന്ന് 2 ദിവസം മുമ്പ് പുള്ളി പുറത്തോട്ടൊന്നും കാണാനില്ല. അങ്ങനെ ആൾക്കാരൊന്നും അന്വേഷിച്ചപ്പോഴാണ് പുള്ളിയുടെ മരിച്ചു കിടക്കാനായിട്ട് കണ്ടത്. പിന്നെ പുള്ളിയുടെ വേറെ ആരും മക്കളൊന്നും സഹകരിക്കില്ല. പിന്നെ ചേട്ടന്മാർ 2 പേരും ഇവിടെ ഉണ്ട്. എല്ലാവരൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നടത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. അവനുള്ള വീട് സ്ഥലമൊക്കെ തന്നെ. അവന് കൃഷിപ്പണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു. നിസ്സാര കാര്യത്തിൻ്റെ പ്രശ്നത്തിലൊക്കെ അവരുടെ കൂടെ സ്വപ്പ പ്രശ്നങ്ങളൊക്കെ ആയി. ഇത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഭാര്യ എവിടെയാണോ കൊലപ്പെടുത്തിയത്? ഭാര്യ വീട്ടിൽ തന്നെ. ഇതിപ്പോ ആത്മഹത്യ വല്ലതാണോ? ഇത് ഇല്ല പുള്ളി ആത്മഹത്യ. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പുള്ളിക്ക് സുഖമില്ലാത്ത ആളായിരുന്നു. ഹാർട്ടിന് പ്രശ്നമായിരുന്നു. മക്കളൊക്കെ പഠിക്കുന്നുണ്ട്? മകനും ഒരു മകളും ഉണ്ട്. അത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. പുള്ളി ഇവിടെ ആരുമായിട്ട് സഹകരണം ഇല്ലെന്ന് പറഞ്ഞു. സഹകരണം ഇപ്പോൾ ഈ ഒരു കേസും കൂടെ അതിൻ്റെ പേരിൽ ആരുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ ആരും പുള്ളിയുടെ ഉണ്ടായ പിടിക്കൊന്നും പോകില്ല. പുള്ളി റോട്ടിൽ വരും, അവിടെ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ച് വീട്ടിൽ വരും, അവിടെ കിടക്കും. അത്ര തന്നെ. മദ്യപാനമൊക്കെ ഉണ്ടോ? മദ്യപാനമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഭാര്യയെ കൊല്ലാൻ കാരണം എന്താണെന്ന് അറിയാം? കാരണം അവർ സംശയരോഗം അങ്ങനെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പുള്ളിക്ക് ഭാര്യ ഭയങ്കര സംശയമായിരുന്നു. വെച്ചാൽ അതൊരു പാവം സ്ത്രീയായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞത് പുള്ളി നല്ലൊരു അധ്വാനിയായിരുന്നു, നല്ലൊരാളായിരുന്നു. പുള്ളിയുടെ ഫാമിലീസുമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായിരുന്നു. പിന്നെ പുള്ളി ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ ഇവിടെ നെഞ്ചുവേദന എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ മാക്സിമം പുള്ളിയുടെ അടുത്ത് പോയി നെഞ്ചൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ച്. പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ അജിത്തെ ഇനി ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ല, കാര്യം പൊക്കഴിഞ്ഞാലും ഒരുപാട് പൈസയൊക്കെ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അപ്പോൾ പിന്നെ വേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറഞ്ഞു. പിന്നെ തടവി ഒക്കെ അങ്ങ് വിട്ട് അത് ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞ് പിന്നെ ആരും പുള്ളി തന്നെയാണ് ആഹാരം പാചകം ചെയ്യണത്, എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ എത്തിക്കണം. അപ്പോൾ പിന്നെ നമ്മളാരും അങ്ങനെ ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് വിളിക്കും, അജിത്തേന്ന് വന്ന് വിളിക്കും. പിന്നെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ രാവിലെ വന്ന് പുള്ളിയുടെ ഒരു സുഹൃത്ത് പുള്ളിയെ കാണാത്തുണ്ട്, പുള്ളിയുടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇതുപോലെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ജനങ്ങൾ അറിയണത് ഇങ്ങനെ ഇത് ജനലികൂടെ എന്തോ നോക്കിയപ്പോൾ കണ്ടെന്ന്. പിന്നെ ആൾക്കാരൊക്കെ കൂടി പുള്ളിയെ ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങളൊക്കെ അറിയിച്ചു. മക്കൾ ഒരാൾ വെറ്റിനറി ഡോക്ടർക്ക് എന്തോ പഠിക്കുകയാണ്. പിന്നെ ഒരു മോളുണ്ട്. മോള് വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഗ്രി കോഴ്സാണെന്ന് തോന്നുന്നു.